അപ്പം ഇന്ന് അമ്മക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ആദ്യം ബാൽക്കണിയിൽ പോയി നോക്കി. അപ്പുറത്തെ മലയിൽ നല്ല കോട ഉണ്ടാവും. അങ്ങനെ അതൊക്കെ പോയി കണ്ട് അങ്ങനെ കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ താഴത്തേക്ക് വന്ന് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല്ലൊക്കെ തേച്ച് പിന്നെ മുഖമൊക്കെ കഴുകി നമ്മൾ ഫ്രഷായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പണ്ട് പീലി എണീറ്റ് വന്നിണ്. ഇന്നാൾ പുറത്തു പോയപ്പോൾ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിണ്ടേനി. അതുമായിട്ട് ഓളോളെ കലാപരിപാടി രാവിലെ തന്നെ തുടങ്ങി. പിന്നെ ഓളെ കൂടെ 2 കറക്ക് ഞാനും ഒക്കെ കറക്കി വെക്കി. പിന്നെ കാപ്പിയായിട്ട് നേരെ സിറ്റ് ഔട്ടിക്ക് പോയി കുറച്ച് വെയിൽ കാഞ്ഞിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അടുക്കളയ്ക്ക് വന്നപ്പോൾ ചേച്ചി അവിടെ ദോശ ചുടണ്ടേനി. പിന്നെ ഓളോട് ഞാൻ മാറാൻ പറഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനുണ്ടാക്കി 2-3 പിന്നെ അത് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് തിന്ന്. ഇഡ്ഡലി ഉണ്ടായിനി, ഞാൻ അതും തിന്നു. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിണ്ടായിനി. അങ്ങനെ വന്ന് പിന്നെ അതൊക്കെ പാത്രത്തിലാക്കണ പണി എനിക്കേനി. അങ്ങനെ ആ പണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പണ്ട് മൂത്തമ്മ അവിടെ ചക്ക നന്നാക്കണ്. അങ്ങനെ അതിന്നും കുറച്ചെണ്ണം എടുത്ത് തിന്ന് പിന്നെ അത് അടുക്കളയിൽ എടുത്ത് കൊണ്ടുവച്ചു. അങ്ങനെ അത് അടുക്കള കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോയപ്പണ്ട് ഓൾ അവിടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുറിക്കണ്. അത് കഴിഞ്ഞ് ഒരുത്തൻ്റെ അമ്മേനെ സഹായിക്കണ്. ഓൻ ചെമ്മി പൊരിക്കുകയാണ് അവിടെ, ചെമ്മി. അങ്ങനെ ഞാനതൊക്കെ നോക്കി നിന്ന് പിന്നെ ഹോളിലേക്ക് പോയി കുറച്ച് റെസ്റ്റ് എടുക്കാൻ. അപ്പം ഉണ്ട് ഒരുത്ത ഷോബാസായിട്ട് വരുന്നത്. അങ്ങനെ എനിക്ക് ഷോബാസ് തിന്ന്. അതും തിന്ന് ഞാൻ പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന്. അങ്ങനെ അത് തിന്ന് കഴിഞ്ഞപ്പോൾ വെറുതെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ കുറച്ച് ചക്ക വറുത്തേ കണ്ട് അതും എടുത്ത് ഞാൻ പോന്നു. അങ്ങനെ അതും തിന്ന്. ഞാനതൊക്കെ തിന്ന് കഴിഞ്ഞ് മോളിക്ക് കയറിയപ്പോണ്ട് ഒരുത്തൻ അവിടെ കുത്തിയിരുന്ന് വണ്ടി ഉണ്ടാക്കണ്. അങ്ങനെ കുറച്ച് നേരം ഓൻ്റെ അടുത്ത് അവിടെ കിടന്നു. അങ്ങനെ എൻ്റെ നീണ്ട റെസ്റ്റിന് ശേഷം ഉച്ചയായി. ഉച്ചയ്ക്ക് ചോറുന്ന വിളിച്ച്. അങ്ങനെ ചോറും തിന്ന് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ എൻ്റെ ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം എണീറ്റ് പിന്നെ കുറച്ച് നടക്കാൻ പോവാ വിചാരിച്ച് അവിടെ മുകളിൽ മല ഉണ്ട്, അവിടെ പോയി. അങ്ങനെ നല്ല ചുവന്ന് നിൽക്കണ സൂര്യനൊക്കെ കണ്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ ചായ റെഡി. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ മാംഗോ സിപ്പപ്പ് ഉണ്ടാക്കി. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ. അങ്ങനെ ആ സിപ്പപ്പൊക്കെ ഉണ്ടാക്കിയത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നമ്മൾ. പിന്നെ ഒരു സിനിമയും കൂടെ കണ്ട് ചോറൊക്കെ തിന്ന് കിടന്നുറങ്ങി. ഇത്രയൊക്കെ ഞാനൊരു ദിവസം ചെയ്തിട്ടുള്ളൂ ഗൈസ്.